ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹ്യൂമൻസിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഇമോഷൻസ്. ഈ ഇമോഷൻസ് ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ, അതായത് പണവുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ വളരെയധികം നമ്മുടെ ഡിസിഷൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഷെയർ മാർക്കറ്റിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷണൽ ഡിസിഷൻസ് കാരണം ഒരുപാട് ലോസസ് വരുന്നത്. സോ ഇന്ന് നമ്മൾ സ്റ്റോക്സ് ടു റിച്ചസ് എന്ന ബുക്കിൽ നിന്ന് ചില പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഇമോഷണൽ മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിയാൽ കഴിഞ്ഞ 20 to 25 ഇയേഴ്സിൽ സ്റ്റോക്ക് മാർക്കറ്റ് 16% മുകളിൽ CAGR തന്നിട്ടുണ്ട്. CAGR എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. എന്നാൽ ഇപ്പോഴും നമ്മൾ ജനറൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റെല്ലാം റിസ്ക് ആണ്, അതൊന്നും വേണ്ട എന്ന് ഒരുപാട് ആളുകൾ പറയും. അല്ലെങ്കിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് എപ്പോഴും ലോസ് ആണ്, അതുകൊണ്ട് ഞാനത് ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്തു. ഇതുപോലെ ചില ആൻസേഴ്സ് ആണ് അവർ പറയുക. ആ ആൻസേഴ്സ് എല്ലാം ശരിയാണ്, അവർ ലോസ് ഫേസ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഷെയർ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന മെജോറിറ്റി ലോസസും നമ്മുടെ ഇമോഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഹ്യൂമൻ എമോഷൻസ് കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലോജിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമ്മൾ തെറ്റായിട്ടാണ് എടുക്കുന്നത്. ഉദാഹരണത്തിന്, ഓദറും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളും ചേർന്ന് ഒരു കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിലെല്ലാം നന്നായി പോയിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ഓദറിന്റെ ഫ്രണ്ട് സ്റ്റുഡൻസിനോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്നും അവരോടെല്ലാം ചൂടായിട്ടാണ് സംസാരിക്കുന്നതെന്നും ഓദറോട് കംപ്ലൈന്റ് ചെയ്തു. നിങ്ങൾ ഞങ്ങൾക്ക് വേറെ സ്റ്റാഫിനെ വെച്ചില്ലെങ്കിൽ ഞങ്ങളാരും ഈ കോച്ചിങ് ക്ലാസ്സിലേക്ക് വരില്ല എന്നും പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് ആ കോച്ചിങ് ക്ലാസ് എടുത്തിരുന്ന ആൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നില്ല. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഞങ്ങൾ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തു എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഓദറിന്റെ ഫ്രണ്ടിന് സുഖമില്ലെന്നും അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ആണെന്നും കുട്ടികളോട് പറഞ്ഞു. ഈ ന്യൂസ് കേട്ടതും ആദ്യം ദേഷ്യപ്പെട്ടിരുന്ന സ്റ്റുഡൻസ് ബാഡായിട്ട് ഫീൽ ചെയ്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് എല്ലാം ചെയ്തു. അതുമാത്രമല്ല, സ്റ്റുഡൻസ് എല്ലാവരും അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖമാകണമെന്ന് പ്രേ ചെയ്തു. അദ്ദേഹത്തോട് നിങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണം, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു. സോ ഈ എക്സാമ്പിളിലൂടെ നമ്മൾ ഹ്യൂമൻസ് ഇമോഷൻസ് കാരണം ഈസി ആയിട്ട് നമ്മുടെ ഡിസിഷൻസ് മാറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോ ഷെയർ മാർക്കറ്റിന്റെ ആസ്പെക്ട്സിൽ നോക്കിയാൽ ഗ്രീഡും പേടിയും, ഈ രണ്ട് ഇമോഷൻസ് ആണ് ഷെയർ മാർക്കറ്റിനെ കൂടുതലായിട്ട് ഇമ്പാക്ട് ചെയ്യുക. ഇന്ന് അനലൈസ് ചെയ്യുന്നതിന് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടെങ്കിലും ആ അനലൈസേഷൻ ഒന്നും ചെയ്യാതെ അതിനെപ്പറ്റി പഠിക്കണമെന്ന് വിചാരിക്കാതെ മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസ് എങ്ങനെയാണുള്ളത്, പോസിറ്റീവ് ആണെങ്കിൽ ഗ്രീഡ് കൂടുതലായിട്ട് എല്ലാവരും ബൈ ചെയ്യണമെന്ന് വിചാരിക്കും. മാർക്കറ്റിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടാണ് ന്യൂസ് എങ്കിൽ എല്ലാവരും പേടിച്ചിട്ട് സെല്ല് ചെയ്യും. സോ നിങ്ങൾക്കൊരു സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിട്ട് മാറണമെങ്കിൽ ഡാറ്റ ആൻഡ് അനാലിസിസിലൂടെ ലോജിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പഠിക്കണം. കാരണം എന്നാണ് എല്ലാവരെയും പോലെ ഇമോഷണൽ ബേസിസിൽ ഡിസിഷൻസ് എടുക്കാതെ ലോജിക്കൽ ബേസിസിൽ ഡിസിഷൻ എടുത്ത് വെറും ആ നമ്പേഴ്സ് മാത്രം നോക്കി ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ കഴിയുക. സോ ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബിഹേവിയേഴ്സ് കാരണം ഇൻവെസ്റ്റിംഗ് വേൾഡിൽ ചെയ്യുന്ന ചില കോമൺ മിസ്റ്റേക്ക് തിയറീസിനെ കുറിച്ച് നോക്കാം. നമ്പർ 1, സങ്ക് കോസ്റ്റ് ഫാലസി. നിങ്ങളിൽ ചില ആളുകൾ ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളൊരു കാര്യം പണം കൊടുത്തു വാങ്ങി, അത് പണം കൊടുത്തു വാങ്ങിയത് കൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഉദാഹരണത്തിന്, തിയേറ്ററിലേക്ക് പോയിട്ട് ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ആ സിനിമ തുടക്കം മുതലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പണം കൊടുത്തതല്ലേ എന്ന് വിചാരിച്ച് അത് മുഴുവൻ കാണും. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് അവർ നന്നായിട്ട് ക്ലാസ് എടുക്കുമെന്ന് വിശ്വസിച്ചു. എന്നാൽ അവർ മോശം സർവീസ് പ്രൊവൈഡ് ചെയ്താലും ഫീസ് കൊടുത്തത് കൊണ്ട് ഒന്നും പഠിക്കാതെ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് അൺപ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും. ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ഹ്യൂമൻസ് സംടൈംസ് ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്താൽ ആ ഡിസിഷന് തെറ്റാണെങ്കിലും അതിനു വേണ്ടി നമ്മൾ പണം ചിലവാക്കിയല്ലോ എന്ന് വിചാരിച്ച് ആ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുക. ഇതുപോലെ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങിയ പ്രൈസിനേക്കാളും അത് കുറഞ്ഞാൽ നമ്മളത് വിൽക്കാത്തത് വരെ നമുക്കത് ലോസ് ആകില്ല എന്ന് ആ ഷെയറിന്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ വാങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഷെയറിന്റെ ആവറേജ് ബൈയിങ് പ്രൈസ് കുറച്ചാൽ ഫ്യൂച്ചറിൽ കൂടുമ്പോൾ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവര് ലോജിക്കലായിട്ട് ഡിസിഷൻസ് എടുത്ത് അനാലിസിസിലൂടെ പ്രൂവ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ടാണ് ഈ ഡിസിഷൻസ് എടുത്തതെങ്കിൽ ഇത് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. എന്നാൽ ഒരു ഡാറ്റ ആൻഡ് അനാലിസിസും ഇല്ലാതെ നമ്മൾ ഒരു ഷെയർ വാങ്ങിയില്ലേ എന്ന് വിചാരിച്ച് ഒരു ഇമോഷണൽ ബേസിസിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുക. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ പണം ഗ്രോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ മറന്നിട്ട്
നമ്മുടെ പാസ്റ്റ് ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഇമോഷണൽ ആയിട്ട് ആക്ഷൻസ് എടുത്തിട്ട് നമ്മൾ പണത്തിന്റെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കും. സോ ഈ കാര്യം ഓർമ്മയിൽ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 2, ലോസ് അവേഷൻ. ജനറൽ ആയിട്ട് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഒരു ലോസ് വന്നാൽ ആ ലോസ് ആക്സെപ്റ്റ് ചെയ്യാതെ ആ ലോസ് റിക്കവർ ചെയ്യണമെന്ന് വിചാരിച്ച് കൂടുതൽ റിസ്ക് എടുക്കാൻ റെഡിയാകും. കാരണം ഇമോഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ലോസ് ആകുന്ന വേദന പ്രോഫിറ്റ് ആകുന്ന സന്തോഷത്തെക്കാളും 3 മടങ്ങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കും. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ട് മാറി നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടേണ്ട ഷെയറിൽ ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ സെല്ല് ചെയ്ത് പുറത്തു വരും. കാരണം കുറച്ചു നേരം കൂടി വെച്ചാൽ ലോസ് ആകുമോ എന്ന് പേടിച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ പുറത്തു വരും. സോ ഇങ്ങനെ ചെയ്താൽ ഒരു സൈഡിൽ ലോസ് ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കും, എന്നാൽ നമ്മുടെ പ്രോഫിറ്റ് വളരെ കുറവായിട്ടിരിക്കുന്നത് കൊണ്ട് ബ്രേക്ക് ഈവൻ പോലും ആകാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ലോസിലായിരിക്കും. സോ അതുകൊണ്ട് ഒരു ഡിസിഷൻ എമോഷണൽ ആയിട്ട് എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഡിസിഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാതെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ലോജിക്കലായിട്ട് അതിന്റെ വേസ്റ്റ് കേസ് സെനാരിയോ ഇമാജിൻ ചെയ്തിട്ട് അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൈസിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്ത് പുറത്തു വന്നിട്ട് എന്ത് മിസ്റ്റേക്ക് ആണ് ചെയ്തതെന്ന് അനലൈസ് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. നമ്പർ 3, ഡിസിഷൻ പാരാലിസിസ്. ജനറൽ ആയിട്ട് നമ്മൾ ഹ്യൂമൻസ് എല്ലാവർക്കും ഓപ്ഷൻസ് കൂടുതലാണെങ്കിൽ വളരെയധികം കൺഫ്യൂസ് ആയി ഡിസിഷൻസ് എടുക്കാതിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു തുണിക്കടയിലേക്ക് പോയി ഒരു 4 ഡ്രസ്സ് നോക്കിയാൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇനിയും കുറച്ച് ഡിസൈൻസ് നോക്കാമെന്ന് ഷോപ്പിലുള്ള എല്ലാ ഡ്രസ്സും നോക്കിക്കൊണ്ടിരുന്നാൽ ഓപ്ഷൻസ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് കൺഫ്യൂസ് ആയി ഡിസിഷൻ എടുക്കാതെ പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡിസിഷൻ എടുക്കാതിരിക്കുന്നതും ഒരു ഡിസിഷനാണ്. സോ ഡിസിഷൻ എടുക്കുമ്പോൾ പാരലൈസ് ആകാതെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സെക്ടർ ഓർ ഇൻഡസ്ട്രി ചൂസ് ചെയ്ത് അതിലൊരു ബെസ്റ്റ് കമ്പനി ഐഡന്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ ഇതുപോലെ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ ഈസി ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റോക്സ് ടു റിച്ചസ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമായിട്ട് വരും. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതർ വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേയും ഒരുപാട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് അതിനൊന്നും അധികം വ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ കൊടുക്കാം. അതൊന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.